യേശു എന്നടിസ്ഥാനം, ആശ അവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൻ, എത്ര മധുരമവൻ നാമമേനിക്കു പാർത്താൻ. ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ നല്ല സമയങ്ങളെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് വേഗത്തിൽ ചില ചിന്തകൾ നിങ്ങളുമൊത്ത് പങ്കുവെച്ച് ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള 6 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നല്ല വാക്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഇവിടെ പറയുന്നു, ഈ വിധം പ്രത്യാശയുള്ളവരായി. 12-ാം വാക്യം പറയുകയാണ്, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഈ വിധം പ്രത്യാശയുള്ളവരായി എന്ന് പറയുമ്പോൾ ഏത് വിധം എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അത് അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ അതുണ്ട്. അതിൻ്റെ പക്ഷേ ഒരു കൺക്ലൂഷൻ ഒറ്റ വാക്യം കൊണ്ട് ഞാൻ പറയാം. നീക്കം വരുന്നത് തേജസ് ആയുധങ്ങൾ. 11-ാം വാക്യമാണ്. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. ആമേൻ. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിലനിൽക്കുന്നത് അധികം തേജസ്സേറിയതാണ് എന്നുള്ള പ്രത്യാശ ഉള്ളവരായി. മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുകയാണ്. നിലനിൽക്കുന്നത് അധികം തേജസ്സുള്ളതാണ് എന്ന പ്രത്യാശയുള്ളവരായി എന്നാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മിനിറ്റ്. അപ്പോൾ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഏത് വിധം? നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും എന്ന പ്രത്യാശയോടെ. 11-ാം വാക്യം ശ്രദ്ധിച്ചേ.
നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പോൾ ആ മുൻപുള്ള വാക്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീക്കം വരുന്നതായ ഒരു തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറയുകയാണ്, നീക്കം വരുന്നതിന് ഒരു തേജസ്സുണ്ട്, ഇല്ലെന്നല്ല, നീക്കം വരുന്നതിന്, മാറിപ്പോകുന്നതിന് ഒരു തേജസ്സുണ്ട്. പക്ഷേ നീക്കം വരുന്നതിന് തന്നെ അങ്ങനെ ഒരു തേജസ് ഉണ്ടെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഏത് വിധം? നിലനിൽക്കുന്നത് ഏറ്റവും അധികം, മനസ്സിലാവുന്നുണ്ടോ? നിലനിൽക്കുന്നത് ഏറ്റവും അധികം തേജസ്സേറിയതായിരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ള പ്രാഗൽഭ്യം. നിലനിൽക്കുന്നത് തേജസ്സേറിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രാഗൽഭ്യമുള്ളവരായി, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. ഏത് വിധം? നിലനിൽക്കുന്നതിൻ്റെ പ്രത്യാശയുണ്ടെന്നുള്ള ഒരു നിലനിൽക്കുന്നതിന് തേജസ്സുള്ളതാണ് എന്നുള്ള ആ ഒരു പ്രത്യാശയോടുകൂടി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ തക്കതിന് വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. നമ്മൾ സാധാരണ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ എന്താണ്? യഹോവയുടെ തേജസ് കണ്ട് ഇറങ്ങി വന്ന, പർവ്വതത്തിൽ കയറി അവിടെ നിന്നും ഇറങ്ങി വന്ന മോശയുടെ മുഖത്ത് ഭയങ്കര തേജസ് ആയതുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുവാൻ ജനങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? മോശ മുഖം മറച്ചു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ പൗലോസ് വളരെ വ്യത്യസ്തമായ, അതിൽ നിന്നും വിഭിന്നമായ ഒരു ആശയമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല എന്ന് പറഞ്ഞാൽ, നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ചു, നീങ്ങിപ്പോകുന്നത് തേജസ്സുള്ളതാണ്, അല്ലേ? നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പം നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം എന്ന് വെച്ചാൽ ഫെയ്ഡിങ് എവേ ഗ്ലോറിയാണ്. മോശയുടെ മുഖത്ത് അന്ന് വെളിപ്പെട്ടത് ഫെയ്ഡിങ് എവേ ഗ്ലോറിയാണെന്ന് വെച്ചാൽ കുറഞ്ഞ് വന്ന് റെഡ്യൂസായി പോകുന്ന ആ ഒരു തേജസ്സാണ്, ഗ്ലോറിയാണ് മോശയുടെ മുഖത്തന്ന് വെളിപ്പെട്ടത്. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് ആ തേജസ് ഭയങ്കരമായിരുന്നു, അതിലേക്ക് ജനത്തിന് നോക്കാൻ പറ്റാത്തത് കൊണ്ട് മോശ മൂടുപടം എടുത്ത് മുഖം മറച്ചെന്ന. പക്ഷെ അങ്ങനെയല്ല വചനം പറയുന്നു. പൗലോസ് പറയുന്നു, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം, നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി മോശ തൻ്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം എന്താ? ആദ്യം വെളിപ്പെട്ട ഒരു തേജസ് ഉണ്ട്, അത് ഫെയ്ഡിങ് എവേയാണ്, കുറഞ്ഞു വരുന്നതാണ്. അത് കുറഞ്ഞു വന്ന് അവസാനം അത് ശൂന്യമായി തീരും. അപ്പോൾ ആദ്യം ജനങ്ങൾ കാണുകയാണ്, വലിയൊരു തേജസ് കാണുന്നു. അതിനുശേഷം പിന്നീട് അവർ നോക്കുമ്പോൾ തേജസ് ഒന്നും ഇല്ലാത്ത ഒരു മുഖമാണ് മോശയുടേത് കാണുന്നതെങ്കിൽ അതിനോടൊരു അവമതിപ്പുണ്ടാകും. അതുകൊണ്ടാണ് നീങ്ങിപ്പോകുന്നതിൻ്റെ അവസാനം കാണാതിരിക്കുവാൻ വേണ്ടി. മനസ്സിലായോ? അങ്ങനെയാണ് നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി മോശ മൂടുപടം കൊണ്ട് മുഖം മറച്ചതുപോലെ അല്ല, മൂടുപടം ഇട്ടതുപോലെ അല്ല. അപ്പം ആദ്യം ഒരു വലിയ തേജസ്സിൽ വന്നു, പിന്നത്തേതിൽ കുറഞ്ഞു വരുന്ന ആ തേജസ്. അപ്പം ജനം അവിടെ വ്യത്യാസം മനസ്സിലാക്കും. മുൻപൊരു തേജസ് കണ്ടു, പിന്നീട് ഇത് റെഡ്യൂസ് ചെയ്ത് കുറഞ്ഞു വരികയാണ്, ഈ തേജസ്സിന് വലിയ ഒരു മഹത്വം പറയാനില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടി മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടു. അതാണ് കറക്റ്റ് കാര്യം. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള അങ്ങനെയല്ല. മോശയുടെ മുഖത്ത് ഭയങ്കര തേജസ്സായിരുന്നു, ജനത്തിന് തൻ്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മോശ മുഖം മൂടിയെന്ന നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആരുടെ മനസ്സ്?
ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് കഠിനപ്പെട്ടു പോയി. കാരണം എന്താ? പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ആ മൂടുപടം ഇന്നുവരെ നീങ്ങാതെ ഇരിക്കുന്നു. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടിയിലാണ് ക്രിസ്തുവിലുള്ള തേജസ് വെളിപ്പെടുന്നത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം മനസ്സിലായല്ലോ. ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. എന്താണ്? നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും എന്നുള്ള വളരെയധികം പ്രത്യാശയോടുകൂടി ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. എന്നിട്ട് ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാതെ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള തേജസ്സിൻ്റെ സുവിശേഷം അത് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ തേജസ്സേറിയ സുവിശേഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാനിന്ന് അതിലേക്ക് പോകുന്നില്ല. ഞാൻ വേഗത്തിൽ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരാശയം എക്സ്പ്രസ് ചെയ്യുക മാത്രമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം. എന്നാൽ അവിടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ ഒക്കെ ക്രിസ്തുവിലുള്ള തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ മഹത്വം നമ്മൾക്ക് വെളിപ്പെടുന്നില്ല. കാരണം അവിടെ ഒരു മൂടുപടം കിടക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു, അവരുടെ മനസ്സിനെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ തേജസ്സിന്മേൽ തേജസ്സുള്ള ആ ക്രിസ്തുവിൻ്റെ ഗ്ലോറിയസ് ഗോസ്പൽ അല്ലെങ്കിൽ തേജസ്സിൻ്റെ സുവിശേഷം തെളിയാത്ത നിലയിൽ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ ജനത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ്? ഒരു മൂടുപടം കിടക്കുകയാണ്. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടാത്തത് പലതും പുതിയ നിയമത്തിലാണ് വെളിപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം പഴയ നിയമം വായിക്കേണ്ട എന്നല്ല. പഴയ നിയമം വായിക്കേണ്ട എന്നല്ല. പക്ഷേ പഴയ നിയമം എന്താണ്, പുതിയ നിയമം എന്താണ് എന്നുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പഴയ നിയമം വെളിപ്പെട്ട ഒരു തേജസ് മാത്രമായിരുന്നെങ്കിൽ ആ തേജസ്സിനെ കുറിച്ച് മോശ പറയുന്നുണ്ട്, അത് നീങ്ങിപ്പോകുന്ന തേജസ്സാണ്, ഫെയ്ഡിങ് അവേ ഗ്ലോറിയാണ്. എന്നാൽ പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്നത് പറയുന്നത് തേജസ്സിന്മേൽ തേജസ്സാണ്. അത് നീങ്ങിപ്പോകുന്നതല്ല, ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നതാണ്. നോക്കിക്കേ, രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങളും ശ്രദ്ധിക്കുക. രണ്ട് തേജസ്സുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പഴയ നിയമത്തിൻ്റെ തേജസ് ഇത്, പുതിയ നിയമത്തിൻ്റെ തേജസ് ഇത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ പഴയ നിയമത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് പൗലോസ് പറയുന്നത് നീങ്ങിപ്പോകുന്ന തേജസ്സാണ്, കുറഞ്ഞു വരുന്നതാണ്. അപ്പം അതിങ്ങനെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. പുതിയ നിയമത്തിൻ്റെ തേജസ്സോ ഈ ലെവലിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഓരോ പടി ഉയർന്ന് തേജസ്സിന്മേൽ തേജസ്സായി ഉയർന്നു വരിക ഓരോ ദിവസവും. ഇനി നിങ്ങൾ തീരുമാനിച്ചോണം, പഴയ നിയമത്തിൻ്റെ തേജസ് വേണോ പുതിയ നിയമത്തിലെ തേജസ്സിന്മേൽ തേജസ് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പലർക്കും ഈ കാര്യങ്ങൾ വ്യക്തമാകാത്തത് കൊണ്ടാണ് പല ഈ ആർഗ്യുമെൻറ്റ്സ്, പഴയ നിയമം വേണ്ടാന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പഴയ നിയമത്തെ ഡിനൈ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഇതെന്താണെന്നൊന്ന് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ട് തേജസ്സിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി പ്രതിപാദിക്കുന്നത്. ഒന്ന്, പഴയ നിയമത്തിലെ നീങ്ങിപ്പോകുന്ന തേജസ്, ഫെയ്ഡിങ് അവേ ഗ്ലോറി. പുതിയ നിയമത്തിലെ സൂപ്പർ അബൗണ്ടിങ് ഗ്ലോറി എന്ന് വെച്ചാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന, അല്ലേ, വർദ്ധിച്ചു വരുന്ന മഹത്വം. രണ്ട് തേജസ്സുകൾ, പഴയ നിയമത്തിൻ്റെ തേജസ്, പുതിയ നിയമത്തിൻ്റെ തേജസ്. തേജസ്സിന്മേൽ തേജസ് വർദ്ധിച്ചു വരുന്ന ആ പുതിയ നിയമത്തിൻ്റെ തേജസ് നമ്മൾക്ക് എവിടെയാണ് ലഭിക്കുന്നത്? ക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. ആ വാക്യം ഞാനൊന്നുകൂടെ വായിക്കാം, 14-ാം വാക്യം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നിങ്ങളെ ആ തേജസ്സിലേക്ക് വിടാതെ, സൂപ്പർ അബൗണ്ടിങ് ഗ്ലോറിയിലേക്ക് കടത്തി വിടാതെ നിങ്ങളെ തടഞ്ഞു നിർത്തിയത് ഒരു മൂടുപടമായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം ഇന്നയോളം നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത്.
അപ്പം ആ വർദ്ധിച്ചു വരുന്ന ഗ്ലോറിയിലേക്ക്, വർദ്ധിച്ചു വരുന്ന മഹത്വത്തിലേക്ക് ജനത്തെ കടത്തിവിടാതെ തടഞ്ഞു നിർത്തിയിരുന്നത് എവിടെയായിരുന്നു? പഴയ നിയമത്തിലാണ്, മൂടുപടത്തിലാണ്. കാരണം അവിടെ ക്രിസ്തു വെളിപ്പെടുന്നില്ല, ക്രിസ്തുവിൻ്റെ തേജസ് വെളിപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്നു ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോകുന്നു. അടുത്ത വാക്യം, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇന്നയോളം മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. ഈ മൂടുപടം കിടക്കുകയാണ് പഴയ നിയമം വായിക്കുമ്പോൾ. അതുകൊണ്ട് അവർക്ക് തേജസ്സിന്മേൽ തേജസ് കാണാൻ കഴിയുന്നില്ല. തേജസ്സിന്മേൽ തേജസ് കാണാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ ആദ്യം വായിച്ചതുപോലെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. അപ്പം ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ പ്രസംഗകർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലവ് ഓഫ് ഗോഡിനെ കുറിച്ച് പറയാൻ കഴിയാത്തത്. ഇത് കൂടുതൽ പ്രസംഗിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ പ്രസംഗം ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി, നരകം, കത്തുന്ന തീയ്, എരിയുന്ന തീയ്, ചാടുന്ന പുഴു, ഇതൊക്കെയാണ് അവരുടെ പ്രസംഗം. കാരണം എന്താ? അവരുടെ മനസ്സ് കഠിനപ്പെട്ടിരിക്കുക. പഴയ നിയമം വായിച്ച് 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 അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. മൂടുപടം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുക. തേജസ്സിന്മേലുള്ള തേജസ് കാണാൻ കഴിയാതെ അവരുടെ ഹൃദയം കഠിനപ്പെട്ട മൂടുപടത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ്. നിങ്ങൾക്കിത് എങ്ങനെ, ഏതൊരു അർത്ഥത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു ഹയർ റെവലേഷനാണ്, ഹയർ റെവലേഷനാണ്. എത്രത്തോളം നിങ്ങളിതിൽ എത്തിപ്പിടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എത്രത്തോളം എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പരമാവധി ഇത് കട്ടി കുറച്ച് പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 14 വാക്യത്തിൽ വായിച്ചു, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. കാരണം പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അപ്പം മനസ്സ് കഠിനപ്പെട്ടു പോകുന്നത് ഈ മൂടുപടം കിടക്കുന്നത് കൊണ്ടാണ്. ഇവിടം വരെ മതി, ഇതിനപ്പുറത്തേക്കൊരു യാത്രയില്ല എന്ന് മുൻപിൽ ഒരു തടസ്സം കിടക്കുന്നത് കൊണ്ട് അവരവിടെ നിശ്ചയിച്ച് അവിടെ കിടക്കുകയാണ്. കുറച്ചു നാൾ കഴിഞ്ഞ് അവിടെ കിടന്ന് അവരുടെ മനസ്സ് മരവിക്കുകയാണ്, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോവുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോകുന്നു. ഏത്? ആ മൂടുപടം നീങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ തന്നെ 3 വാക്യത്തിൽ പൗലോസ് എഴുതുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിലത്രേ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ആ വാക്യത്തിൻ്റെ കണക്ഷൻസ് മുകളിലും താഴെയുമായിട്ട് കിടക്കുന്നത് കണ്ടോ? നമ്മൾ സാധാരണ കേവലം ഒരു വാക്യം മാത്രം എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പ്രസംഗിക്കാൻ പോയാൽ ആ പറയുന്ന ആ ഉദ്ദേശം ചിലപ്പോൾ ആ ആൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ഉദ്ദേശം ചിലപ്പോൾ സാധിക്കും. പക്ഷേ യഥാർത്ഥമായ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് പുറത്തു വരികയില്ല. താഴെ പറഞ്ഞിരിക്കുന്ന വചനം അതല്ലേ പറയുന്നത്? യഹോവയുടെ വചനം വായിച്ചു നോക്കുവിൻ, അതിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ ഉണ്ടാവും യഥാർത്ഥമായ വെളിപ്പാടിന്. ഇല്ലെങ്കിൽ ഒറ്റ വാക്യം കൊണ്ട് തീരും. അതിനെ നമുക്ക് വെളിപ്പാടായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ 3 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പം പുതിയ ഉടമ്പടി എഴുതി ചേർത്തിരിക്കുന്നത് എവിടെയാ? ഹൃദയമെന്ന മാംസപ്പലകയിലാണ്. അതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ ഹൃദയമുള്ളവനാണ് അല്ലെങ്കിൽ ഹൃദയമുള്ളവളാണെന്ന് പറയുന്നത് എന്താ? അവർക്ക് ജനത്തിൻ്റെ അവസ്ഥകൾ കാണുമ്പോൾ മനസ്സലിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന് ലോകത്തിലേക്ക് വന്നപ്പോൾ ജാതികളെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ടിട്ട് അവന് മനസ്സലിഞ്ഞു. വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവന് മനസ്സലിഞ്ഞു. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയം അലിഞ്ഞു.
കാരണം എന്തുകൊണ്ടാണ്? അവൻ തേജസ്സിന്മേൽ തേജസ് ജനത്തിന് കൊടുക്കുവാൻ വന്നവനാണ്. പഴയ നിയമത്തിൻ്റെ പ്രമാണം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വന്ന ആളല്ല യേശു. പഴയ നിയമത്തിൻ്റെ പ്രമാണം വീണ്ടും സ്ഥാപിക്കാൻ വന്ന ആളല്ല യേശു. യേശു വന്നത് പുതിയ ഉടമ്പടി സ്ഥാപിക്കുവാനാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഒന്നാമത്തേതിന് കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു ദിവസം അത് വായിച്ചതാണ്. ഒന്നാമത്തേതിന് കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ, എബ്രായ ലേഖനത്തിലാണ്, ഒന്നാമത്തേതിന് കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പഴയ നിയമമാണ്. ആ പഴയ നിയമത്തിന് കുറവുള്ളത് കൊണ്ടാണ് രണ്ടാമത്തേതിന് ഇടം അന്വേഷിച്ചത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിന് അവിടെ ഇടമുണ്ടായത്. പഴയ നിയമത്തിന് കുറവില്ലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിന് യാതൊരു പോസിബിലിറ്റി ഇല്ല, അവിടെ ഒരു സ്പേസ് ഇല്ല. ഒന്നാമത്തേതിന് കുറവുള്ളതായതുകൊണ്ടാണ് രണ്ടാമത്തേതിനൊരു ഇടമുണ്ടായത്, പുതിയ നിയമം വരുവാനിടയായത്. ഓക്കെ, നമുക്ക് വീണ്ടും വായിച്ച വേദഭാഗത്തേക്ക് തന്നെ വരാം. 14-ാം വാക്യം, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. എന്താണ് മോശയുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത? ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന, പെന്റാറ്റൂക്ക് എന്ന് പറയുന്ന ആ പഞ്ചഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്താണ്? മോശയുടെ പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്ന ആ 4 പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിയമമാണ്, പഴയ നിയമമാണ്, ന്യായപ്രമാണമാണ്. എന്താ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത. ചെയ്യുന്നതിന് തക്ക കൂലി, അല്ലേ? അത് ഇവിടെ പറയുകയാണ്, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കാരണം മോശയുടെ പുസ്തകം വായിക്കുന്നവനൊക്കെ തേജസ്സിന്മേലുള്ള തേജസ് വെളിപ്പെടാതെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. കഠിനപ്പെട്ടു പോകുമ്പോൾ അവരെന്ത് ചെയ്യും? നിയമം പ്രസംഗിക്കാൻ തുടങ്ങും. എന്താണ് ആ കഠിനത്തിൻ്റെ വാക്ക്? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. ഇതാണ് ഹൃദയം കഠിനപ്പെട്ടവൻ്റെ അവസ്ഥ. അവൻ നിയമം പ്രസംഗിക്കും, അവൻ ശിക്ഷ പ്രസംഗിക്കും. പക്ഷേ തേജസ്സിന്മേൽ തേജസ് വെളിപ്പെട്ട, ക്രിസ്തുവിനെ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ജനം എന്ത് പ്രസംഗിക്കുമെന്നറിയാമോ? അവർ ലവ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രസംഗിക്കും. അത് തിരിച്ചറിഞ്ഞ പൗലോസാണ് റോമർക്കെഴുതിയ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പഴയ നിയമത്തിലെ പല പ്രസംഗകർക്കും പൗലോസ് കണ്ണിലെ കരടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രസംഗത്തിനെല്ലാം നേരെ ഓപ്പോസിറ്റാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമ പ്രസംഗർ പറയും ശിക്ഷയുണ്ട്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തപ്പെട്ട പൗലോസ് പറയും ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് തെളിവാക്കാൻ വേണ്ടി പൗലോസ് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ജീവനായി ലഭിച്ച കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നുവെന്നോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? പൗലോസ് പറയുന്നത് താനെന്ന വ്യക്തിയുടെ കാര്യമല്ല. ഈ ന്യായപ്രമാണം അവരുടെ പ്രമാണമാണെന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ, യഹൂദൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ പൗലോസിനെ കുറിച്ചല്ല, ന്യായപ്രമാണം ചുമക്കുന്ന ഏവനും അരിഷ്ട മനുഷ്യൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ജീവനായി ലഭിച്ച കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നോ, ജീവിക്കാൻ വേണ്ടി തന്നതാണ് ഈ കൽപ്പനയെന്ന് വിചാരിച്ചിരുന്ന ജനങ്ങൾക്ക് ഈ കൽപ്പന തന്നെ മരണത്തിന് കാരണമായി തീർന്നോ? ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? പൗലോസിൻ്റെ കാര്യമല്ല, യഹൂദ മതത്തിൻ്റെ കാര്യമാണ്. പൗലോസ് അവരുടെ റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് പറയുകയാണ്, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഈ ന്യായപ്രമാണത്തെ ചുമക്കുന്ന ജനത്തെ ആര് വിടുവിക്കും? കാരണം ഒരിക്കലും ന്യായപ്രമാണം ഹോൾഡ് ചെയ്യുന്നവർക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ മനുഷ്യൻ എങ്ങോട്ട് തിരിഞ്ഞാലും പാപത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഇപ്പം ന്യായപ്രമാണം ചുമക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു സ്കാനിങ് മെഷീൻ ഇരിപ്പുണ്ട്. ആ മെഷീൻ്റെ പേരാണ് ലോ, അല്ലെങ്കിൽ ന്യായപ്രമാണം.
നമുക്ക് ഈ ഭാഗത്തേക്ക് വീണ്ടും വരാം. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. എന്ന് വെച്ചാൽ ഈ കല്ലായുള്ള ഹൃദയം മാറും. അത് തന്നെയാണ് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നു, അവൻ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായൊരു ഹൃദയത്തെ തന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിപ്പോകും. അങ്ങനെ കാഠിന്യം മാറിപ്പോയ ഒരാൾക്ക് നിയമം പ്രസംഗിക്കാൻ കഴിയത്തില്ല, ശിക്ഷ പ്രസംഗിക്കാൻ കഴിയത്തില്ല. അവൻ പ്രസംഗിക്കുന്നത് അലിവാണ്, മനസ്സലിവാണ്, ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നത്. കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടെ പുതുതായിട്ടുള്ളവർ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനെന്ന് പറയാം. ന്യായപ്രമാണം എന്ന് പറയുന്നത് 10 കൽപ്പനയാണ്. 1 മുതൽ 10 വരെയുള്ള 10 കമൻമെൻറ്റ്സ് എന്ന് പറയുന്ന 10 കൽപ്പനയാണ് ന്യായപ്രമാണം. മോശയ്ക്ക് കൽപ്പലകയിൽ എഴുതി കിട്ടിയ 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾക്ക് 613 ഉപകൽപ്പനകളുണ്ട്. അതിൽ 365 കൽപ്പനകൾ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് വിലക്കുമ്പോൾ 248 കൽപ്പനകൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ മൊത്തം വരുന്ന ഉപകൽപ്പനകൾ 613 ഉപകൽപ്പനകൾ കൂടെ എടുത്തു വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും ന്യായപ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടുവാൻ പറ്റത്തില്ല. ഒന്നിൽ തെറ്റിയാൽ സകലതിലും പോയി എന്നാണ്. ന്യായപ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അത് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫോർനോളജിൽ ദൈവത്തിന് മുൻപേ അറിയാം. പക്ഷേ ഈ ജനത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി ദൈവം ഒരു ഇടക്കാലത്ത് ശിശുപാലകനായി അയച്ചു കൊടുത്തതാണ് ന്യായപ്രമാണത്തെ. ഇവിടെ പറയുന്നു, മക്കൾ വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിശുപാലകൻ്റെ ആവശ്യമില്ല. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ അതിലേക്കൊന്നും ദീർഘമായി പോകുന്നില്ല, ഒരുപാട് തവണ നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ശിശുപാലകൻ്റെ കീഴിലല്ല, നിങ്ങൾ വളർച്ചയെത്തി കഴിഞ്ഞു എന്ന് പറയുന്നു. ഓക്കെ, കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ക്രിസ്തുവിലേക്ക് തിരിയുന്ന ഒരുവൻ, അവൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നീ ബൗണ്ടഡ് അല്ല, നിയമത്തിൽ ബന്ധിതനല്ല. ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമാണ്? ആത്മാവിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നീ നിയമത്താൽ ബൗണ്ടഡ് അല്ല. കൊലോസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഇന്നെനിക്ക് സമയം വളരെ പരിമിതമാണ്. ഞാൻ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വാക്യമാണത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണത്. നിങ്ങളുടെ ഒരു വലിയ പ്രിവിലേജ് എന്താണെന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. മൂടുപടം നീങ്ങിപ്പോയ മുഖത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മൂടുപടം നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തത് അറിയാൻ പറ്റും. മോശ നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതിരിക്കുവാൻ വേണ്ടി മുഖം മൂടി. എന്നാൽ ആ മൂടുപടം നീങ്ങിയ മുഖത്ത്, ആ കുറഞ്ഞു പോയ തേജസ്, പഴയ നിയമത്തിൻ്റെ കുറഞ്ഞു വരുന്ന തേജസ്സുള്ള ആ ഭാഗത്ത്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ഒരു റീപ്ലേസിങ് നടക്കുകയാണ് ഇവിടെ. ഒരു റീപ്ലേസിങ് എന്താണ്? ഒരു സാധാരണ തേജസ് ഉണ്ടായിരുന്ന പഴയ നിയമത്തിൻ്റെ സാധാരണ ഒരു ഗ്ലോറിഫിക്കേഷനിൽ നിന്നും, ഒരു തേജസ്സിൽ നിന്നും കർത്താവിൻ്റെ തേജസ്സിനെ അവിടേക്ക് എന്തെടുത്ത് വെക്കുക? ക്രിസ്തുവിൻ്റെ തേജസ്സിനെ അവിടേക്ക് എടുത്തു വെക്കുകയാണ്. കർത്താവിൻ്റെ തേജസ്സിനെ
കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ, ഒരു മിററിൽ നോക്കുമ്പോൾ, ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണോ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എന്നതുപോലെ നിങ്ങളുടെ മുഖത്ത് നിന്ന് മൂടുപടം മാറിയാൽ കർത്താവിൻ്റെ തേജസ് ഒരു കണ്ണാടിയിൽ എങ്ങനെയാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ പ്രതിബിംബിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ മുഖത്ത് ആ തേജസ് വരും. ആമേൻ. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ എങ്കിലും പലപ്പോഴും നമ്മൾ പല പ്രമാണങ്ങളിലേക്കും വീണു പോകാറുണ്ട്, പല പ്രമാണങ്ങളിലേക്കും കടന്നു പോകാറുണ്ട്. കൃപ പ്രസംഗിക്കുമ്പോഴും അറിയാതെ പല പ്രമാണത്തിൻ്റെ പ്രവർത്തികൾക്ക് കീഴ്പ്പെടാറുണ്ട്. ഇതുകൊണ്ടാണ് ഈ തേജസ്സിൻ്റെ മഹത്വം പൂർണ്ണമായി നമ്മളിൽ വെളിപ്പെടുവാൻ വൈകുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടതും പഠിച്ചതും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിക്കപ്പെട്ടിരിക്കുക. അത് എന്ന് കുറയുന്നോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ താൻ പറഞ്ഞെന്താ? ഞാനോ കുറയണം, അവനോ വളരണം. ഇത് പലരും പ്രസംഗിക്കുന്നത് യോഹന്നാൻ്റെ എളിമയാണ്, യോഹന്നാൻ ചെറുതായിട്ട് കർത്താവ് വളരണം എന്നൊക്കെ. അതല്ല പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ്, ക്രിസ്തു ദൈവകൃപയുടെ പ്രതിനിധിയാണ്. യോഹന്നാൻ ഇവിടെ ഉദ്ദേശം എന്താണ്? ഞാനോ കുറയണം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശക്തി എവിടെ കുറയണം, അവനോ വളരണം എന്ന് വെച്ചാൽ ക്രിസ്തുവിലുള്ള തേജസ് ഇന്ന് മുതൽ നിങ്ങളുടെ മേൽ വളരണം, ഈ ലോകം മുഴുവൻ നിറയണം. ആ വെളിപ്പാട് തൻ്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ടാണ്, ആ അറിവ് തൻ്റെ അകത്തുണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ഞാനോ കുറയണം, അവനോ വളരണം. ആ തിരിച്ചറിവ് ഉള്ളത് കൊണ്ടല്ലേ യോഹന്നാൻ പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രവാചകനായിരുന്ന യോഹന്നാന് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പർപ്പസ് എന്താണെന്ന് തനിക്ക് നന്നായി അറിയാം. നിങ്ങൾ നോക്കണം, സെഖര്യാവ് കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ അവിടെ അവസാനിക്കുകയാണ്. സാധാരണ നിലയിൽ സംഭവിക്കേണ്ടത് എന്താണ്? ലേവ്യ പൗരോഹിത്യം നിലനിൽക്കുമ്പോൾ ആ പുരോഹിതന്റെ മകൻ അടുത്ത പുരോഹിതനാകണം. പക്ഷെ പൗരോഹിത്യം അവസാനിക്കുന്നെന്നുള്ളതിൻ്റെ തെളിവാണ് സെഖര്യാവിൽ പൗരോഹിത്യം അവസാനിച്ച് യോഹന്നാനെ പ്രവാചകനായാണ് അഭിഷേകം ചെയ്യുന്നത്. ആ പ്രവാചക അഭിഷേകത്തോടെ വന്ന യോഹന്നാൻ പറയുന്നു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാനോ കുറയണം, അവനോ വളരണം. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒറ്റ വാക്യം വെച്ചിട്ട്. കേട്ടിട്ടുള്ളതെല്ലാം എന്താ? യോഹന്നാൻ ഭയങ്കര എളിമയുള്ളവനായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങില്ലാതെയായിട്ട് ക്രിസ്തു വളരണം, ഈ ഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, നമ്മൾ ചെറുതാകണം, ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അതല്ല ഇവിടുത്തെ വെളിപ്പാടതല്ല. യോഹന്നാൻ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. യേശു ക്രിസ്തു ദൈവകൃപയുടെ സന്ദേശവുമായി കൃപ നിറഞ്ഞവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെ വന്നു. മറ്റൊന്ന് ഒരുവനിലൂടെ ലഭിച്ചതാണെങ്കിൽ ഇത് കൃപയും സത്യവും നിറഞ്ഞവനായി യേശു ക്രിസ്തു നമ്മളിലേക്ക് ഇറങ്ങി വന്നു. ആ ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കൊലോസ്യ ലേഖനം 1:27 പറയുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആ കൃപയും സത്യവും നിറഞ്ഞവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ആ നിറവ് നമ്മളിൽ നിന്ന് വെളിപ്പെടണം. ആ ദൈവകൃപ എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം നമ്മളിലൂടെ. അതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. വചനം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. അപ്പം നിങ്ങളുടെ മുഖത്ത് നിന്ന് മൂടുപടം നീങ്ങണം. എന്ത് ചെയ്യണം? മൂടുപടം നീങ്ങാൻ രക്ഷയുടെ സുവിശേഷത്തിലേക്ക് വരണം. തേജസ്സുള്ള സുവിശേഷം എന്താണെന്ന് തിരിച്ചറിയണം. ശിക്ഷയുടെ സുവിശേഷമല്ല, ന്യായവിധിയുടെ സുവിശേഷമല്ല, ന്യായപ്രമാണത്തിൻ്റെതല്ല, മറിച്ച് രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് നിന്നെ വിടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൈവിക സത്യം നിന്നോട് വിളിച്ചു പറയുന്നതാണ്. ആ രക്ഷയുടെ സുവിശേഷം നിന്നെ സ്വതന്ത്രനാക്കും. എന്തിൽ നിന്ന്? ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിൽ നിന്ന്, ഹൃദയം കഠിനപ്പെട്ടു പോകുന്നതിൽ നിന്ന്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്
ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി. കർത്താവ് ആത്മാവാകുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവം ആത്മാവാകുന്നു. കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. അപ്പം ഈ തേജസ് നമ്മൾ എന്തുകൊണ്ടെങ്കിലും നേടിയെടുക്കുന്നതല്ല, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് നേടിയെടുക്കുന്നതല്ല, മറിച്ച് കർത്താവിൻ്റെ ദാനമാണിത്. കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. അപ്പം ആ തേജസ്സിന്മേൽ തേജസ് എവിടുന്ന് കിട്ടുന്ന? ക്രിസ്തുവിൻ്റെ ദാനമായി നമുക്ക് ലഭിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്താ പറഞ്ഞത്? അതേ പ്രതിമയായി, ക്രിസ്തുവിൻ്റെ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നുവെന്ന്. എന്നുവെച്ചാൽ നാളെ നിങ്ങളെല്ലാവരും പ്രതിമ പോലെ കല്ലും മണ്ണും പോലെ നിൽക്കുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ കാണുന്ന അതേ പ്രതിരൂപമായി, കണ്ണാടിയിൽ ക്രിസ്തുവിൻ്റെ തേജസ് പ്രതിബിംബിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ തേജസ് കണ്ണാടിയിൽ നോക്കിയാൽ തൻ്റെ മുഖത്തെ തേജസ് എങ്ങനെയാണോ വിളങ്ങുന്നത്, അതേപോലെ നിങ്ങളുടെ മുഖത്ത് ആ തേജസ് വിളങ്ങും. ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നിങ്ങൾ രൂപാന്തരപ്പെടും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണുന്നത് പോലെ തന്നെ, നിങ്ങളെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ തന്നെ. അതിനൊരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ക്രിസ്തുവിനെ കാണുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമയ്ക്കൊക്കെ വേണ്ടി ചില നടന്മാർ മുഖമൊക്കെ മിനുക്കി താടിയൊക്കെ വളർത്തി അല്ലേ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ക്രിസ്തുവിനെ പോലെ അല്ലേ, അങ്ങനെ അതല്ല ഉദ്ദേശിച്ചത്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. ഇമേജ് മീൻസ് ലുക്ക് ലൈക്ക് ഹിം, ലൈക്ക്നെസ് മീൻസ് ഫങ്ഷനിങ് ലൈക്ക് ഹിം. ഇമേജ് എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ തന്നെ നോക്കുന്നത് പോലെ, തൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നോ, ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നോ അതേപോലെയൊക്കെ ചെയ്യുവാൻ കഴിവുള്ളവനായി ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ ആ മേൽ വീണ തേജസ് നിലനിർത്താൻ കഴിയാതെ മനുഷ്യനിൽ നിന്ന് ആ തേജസ് നഷ്ടപ്പെട്ടുവെങ്കിൽ ക്രിസ്തുവിൽ സംഭവിക്കുന്ന ഒരു റെസ്റ്റോറേഷനാണ്, ഒരു യഥാസ്ഥാപനമാണ്. ആ തേജസ്സിൻ്റെ റെസ്റ്റോറേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതേ തേജസ് പ്രാപിച്ച് അല്ലേ, അതേ പ്രതിമയായി, ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആദിയിലെ സൃഷ്ടി എങ്ങനെയായിരുന്നോ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും അതേപോലെ തന്നെ നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. ഹല്ലേലൂയ. വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ് വി ഹാവ്. എത്ര വലിയൊരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ മുമ്പിൽ തളരുന്നവരായി പതറുന്നവരായി നിൽക്കുകയാണ്. എന്നാൽ അതിനപ്പുറം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്ലാനുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലനിൽക്കുവാൻ വേണ്ടിയാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം. എന്നാൽ മനുഷ്യന് വാഴ്ച നടത്താൻ കഴിയാതെ വീഴ്ച സംഭവിച്ചപ്പോൾ അവിടെ നിന്ന് വീണ്ടും ദൈവിക വാഴ്ചയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരിക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശം. പലരും കൂടുതൽ എന്ന് പറയുന്നത് യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. ഇത് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ആരോ പ്രസംഗിക്കുന്നുണ്ട് കർത്താവ് വരാറായി. കർത്താവ് വരാറായി എന്നതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗമുണ്ട്. രണ്ടാമത്തെ വരവിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വരെ പ്രസംഗിക്കുക. പക്ഷെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതിനാ ഗതികേടെന്ന് പറയുന്നത്. രണ്ടാമത്തെ വരവിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന വരെ അങ്ങ് ഭയങ്കര പ്രസംഗമാണ്. പക്ഷെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ചത് എന്താണെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി. വി ലോസ്റ്റ് അവർ ഐഡൻറ്റിറ്റി. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് കാണുന്നത് എന്തൊക്കെയോ ഗിമിക്ക് പരിപാടികൾ ചേർത്ത് വെച്ച് എന്തൊക്കെയോ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇന്ന് പുറത്ത് കാണുന്നത്. ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ചർച്ചാണ് ഇന്ന് നിലവിലുള്ളത്. ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ന് നിലവിലുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും കയറി ചെയ്ത് കളയുന്നു.
എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നോ, നിങ്ങളുടെ വിളിയുടെ ഉദ്ദേശം അതല്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആത്മാവാകുന്ന കർത്താവിൻ്റെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നിങ്ങൾ രൂപാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കുന്നവൻ ക്രിസ്തുവിനെ നോക്കുന്നത് പോലെ, നിങ്ങളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാഴ്ചയിൽ മാത്രമല്ല തേജസ് കാണേണ്ടത്. നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നാൽ യേശു ക്രിസ്തു ചെന്നതുപോലെ, കാനാവിലെ കല്യാണത്തിന് ക്രിസ്തു ചെന്നപ്പോൾ അവിടെ മതിയാകാതെ തികയാതെ വന്ന വീഞ്ഞിനെ അവിടെ വർദ്ധിപ്പിച്ച് താൻ അവിടെ ഒരു മിറക്കിൾ ചെയ്തെങ്കിൽ, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ ആ കുറവിനെ പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവരുടെ ആവശ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കർത്താവിൻ്റെ പ്രതിമയായി രൂപാന്തരപ്പെടണം. നിങ്ങളൊരു രോഗിയുടെ ഭവനത്തിൽ ചെല്ലുകയാണെങ്കിൽ കർത്താവ് രോഗികളുടെ അടുക്കൽ ചെന്നിടത്തൊക്കെ സൗഖ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു രോഗിയെ കാണുകയാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ പ്രതിമയായി നിങ്ങൾ രൂപാന്തരപ്പെടണം. ആ രോഗിക്ക് സൗഖ്യദായകനായി നിങ്ങൾ മാറണം. നിങ്ങൾ നടന്നു പോകുമ്പോൾ പറയണം, ജനം പറയണം, ദാ ഒരു ചെറിയ ക്രിസ്തു പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ പോകുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് നോക്കി പറയണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, മെസ്സേജ് ഇന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ കേട്ടതുപോലെ ന്യായപ്രമാണത്തിൻ്റെ കുറഞ്ഞു പോകുന്ന തേജസ്സിലല്ല, ദൈവകൃപയുടെ വർദ്ധിച്ചു വരുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇന്നത് ഈ മെസ്സേജ് കേട്ടിട്ട് വെറുതെ പോകരുത്. നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ഈ ഭാഗം വീണ്ടും വായിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ ഈ ലേഖനങ്ങൾ പൂർണ്ണമായി വായിക്കണം. ഒരു നോവൽ വായിക്കുന്നത് പോലെ കണക്ഷൻസ് ഉണ്ട്, ഒരു ത്രെഡുണ്ട് ഇതിനകത്ത്, നല്ല കണക്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ പറ്റും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഞാൻ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ യേശുവിൻ്റെ മേലുള്ള തേജസ് ഞങ്ങളിലും വെളിപ്പെട്ടത് ഈ ലോകം കാണത്തക്ക നിലയിൽ ലോകത്തിന് മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അറിയാതെയെങ്കിലും ഞങ്ങളുടെ അകത്ത് കടന്നു വരുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനുള്ള കൃപ അവിടുന്ന് അനവധിയായി ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അറിയാതെയെങ്കിലും ചിന്തയിലോ പ്രവൃത്തിയിലോ ഞങ്ങൾ ന്യായപ്രമാണത്തിൽ പലപ്പോഴും തെന്നി വീണു പോകാറുണ്ട്. അവിടെ നിന്ന് ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ അതിനുമേൽ വ്യാപരിക്കുന്ന സൂപ്പർ അബൗണ്ടിങ് ഗ്രേസ്, സമൃദ്ധിയായ കൃപ ഞങ്ങളിൽ ചലിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൃപ ഒരു നീരൊഴുക്ക് പോലെ ഈ ദിവസങ്ങൾ ജനത്തിനിടയിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതം കർത്താവ് ചെയ്യണമേ. ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ജനം കാണുവാനിടയാകണം. പ്രാർത്ഥിച്ച് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബാധ്യതയിൽ കിടക്കുന്നവർ ബാധ്യത വരെ വിട്ടൊഴിഞ്ഞു മാറട്ടെ. ദാരിദ്ര്യത്തിൻ്റെ മേഖലകൾ മാറി ഒരു സമൃദ്ധിയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ വരട്ടെ. കർത്താവെ, ബിസിനസ്സിൽ പരാജയപ്പെട്ടു നിൽക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇന്നു മുതൽ അവർ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി സംബന്ധമായി ഭാരപ്പെട്ട് കിടക്കുന്നവർ അവരുടെ ജോലി മേഖലകളിൽ അസാധാരണമായ ഒരു പെർഫോമൻസ് ഇന്നു മുതൽ വെളിപ്പെടട്ടെ. ഈ തേജസ്സിന്മേൽ തേജസ്സുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹിമ അവരിടപെടുന്ന എല്ലാ മേഖലകളിലും ഒരുപോലെ വ്യാപരിച്ചിറങ്ങേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടണമേ. മഹത്വം അവർക്ക് വേണ്ടി വെളിപ്പെടണമേ. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ തേജസ്സിനെ പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് ഞങ്ങളിലൂടെ വിളങ്ങുവാൻ സ്വർഗമിടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കർത്താവിനെ നിറയ്ക്കണമേ. മഹത്വത്തിലേക്ക് വഴി നടത്തണമേ. ഒന്നിനും കുറവില്ലാത്തവരായി ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരുവാൻ, സകലത്തിലും സമൃദ്ധി അനുഭവിക്കുവാൻ
കർത്താവെ, അവരുടെ ആത്മീയം, സാമ്പത്തികം, ഭൗതികം, ശാരീരികം എല്ലാ മേഖലകളിലും സൗഖ്യമുള്ളവരായി, സമൃദ്ധിയുള്ളവരായിരിക്കുവാൻ സ്വർഗം ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, പ്രിയനേ, നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി ശുഭമായും ഇരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുവാനോ, നിങ്ങൾ രോഗികളായിരിക്കുവാനോ, നിങ്ങൾ ഒന്നുമില്ലാത്തവരായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനോ അല്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ നിറവിനോളം, അവൻ നമുക്ക് നൽകി തന്ന എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവേ, പ്രിയമക്കളെ, അങ്ങനെ ഒരു നിറവോടെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിറവ് ഇവരിൽ വെളിപ്പെടട്ടെ, അത്ഭുതമായി തീരട്ടെ. പ്രാർത്ഥിച്ച് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെ സർവശക്തൻ്റെ ചിറകിനിഴലിൽ നിങ്ങളെ മറയ്ക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ വർദ്ധിച്ചു വരിക. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ഈ ലോകത്തിൽ രൂപാന്തരപ്പെടുക. അത്ഭുതം നിങ്ങൾ കാണാൻ പോകുന്നു. ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.